ഇസ്ലാം അത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആ പ്രാധാന്യം നൽകിയ വിജ്ഞാനം ഇസ്ലാമിൽ നമ്മൾ ഓരോരുത്തരും നുകർന്നുകൊണ്ടേയിരിക്കണം. ഓരോരുത്തരും അവന്റെ മേൽ ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, എല്ലാ മുസ്ലിമിന്റെയും മുസ്ലിമത്തിന്റെയും മേലും നിർബന്ധമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മതപരമായ വിജ്ഞാനങ്ങൾ അത് പഠിക്കൽ നിർബന്ധമാണ്, അവൻ അത്യാവശ്യമായ ഫർളായ കാര്യങ്ങൾ. എന്നാൽ അത്യാവശ്യമില്ല എങ്കിലും അത് സാമൂഹ്യമായ ബാധ്യത എന്നോണം നിർബന്ധമായി വരുന്നതുമുണ്ട്. നിസ്കാരത്തെ കുറിച്ച് എല്ലാവരും ഫർളായി പഠിച്ചിരിക്കണം. അത് ഓരോരുത്തരുടെയും വ്യക്തിഗതമായ നിർബന്ധമാണ്, എല്ലാവരും പഠിച്ചിരിക്കണം. എന്നാൽ ഒരു സർജറി നടത്താൻ എല്ലാവരും പഠിച്ചിരിക്കണം എന്നില്ല. MBBS നാട്ടിൽ ഒരാൾക്ക് ഉണ്ടായാലും മതി. എന്നാൽ അത് വേണം, അത് നിർബന്ധമാണ്, സാമൂഹ്യമായ ബാധ്യതയാണ്. അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കാനുള്ള കർമ്മങ്ങൾ, നോമ്പിന്റെ ഷർത്തുകൾ, ഫർദുകൾ, നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം. അത് നിർബന്ധമാണ്. വൈയക്തികമായ ബാധ്യതകൾ അത് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. എന്നാൽ ഒരു മനുഷ്യനെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള അറിവ് അത് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം എന്നില്ല. അപ്പൊ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വിജ്ഞാനങ്ങളാകുന്ന മതവിജ്ഞാനങ്ങളുണ്ട്, ഭൗതിക വിജ്ഞാനങ്ങളുണ്ട്. ഏത് വിജ്ഞാനമായാലും അതിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇസ്ലാം വിജ്ഞാനത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇന്ന് പഠനത്തിന് അനന്തമായ സാധ്യതകളാണ്. ഡിജിറ്റൽ യുഗമൊക്കെ അസ്തമിച്ചു. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്തേക്കാണ് നമ്മൾ പ്രവേശിച്ചത്. വരാൻ പോകുന്ന തലമുറകൾ കാണാൻ പോകുന്നത് ഏതൊക്കെ വിധത്തിലുള്ള ഡിവൈസുകളാണെന്ന് പറയാൻ പോലും കഴിയൂല. അടുത്തൊരു ചർച്ചയുണ്ടായിരുന്നു, നമ്മുടെ തലയിൽ ഒരു മുടിനാര് പോലെയുള്ള ഒരു ഡിവൈസ് ഫിറ്റ് ചെയ്താൽ നമ്മൾ ചിന്തിക്കുന്നത് പോലും അടുത്ത ആൾക്ക് അറിയാൻ കഴിയുന്ന സംവിധാനം വരാൻ പോകുന്നുണ്ട്. നമ്മളിപ്പോ അങ്ങനെ ആലോചിക്കും, അതൊക്കെ ഉണ്ടാവുമോ? 1980-കളിലോ 70-കളിലോ ഒക്കെ മരിച്ചുപോയ ഒരാൾ ഇപ്പോൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ എങ്ങാനും അദ്ദേഹം ജീവിക്കുകയാണെങ്കിൽ എന്താ പറയാ, അച്ഛൻ ഇതൊക്കെ സംഭവിച്ചു, ഇവിടുന്ന് വിളിക്കുമ്പോഴേക്ക് അമേരിക്കയിൽ കേൾക്കുക. അവർക്ക് അന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇന്ന് നമ്മൾ പറയും ചിലപ്പോ ഒരു മുടിനാര് പോലെയുള്ള ഡിവൈസ് നമ്മളെ മുടിയുടെ ഇടയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊരാൾക്ക് കണ്ടെത്താൻ കഴിയും എന്ന് പറഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ വരും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസങ്ങളെല്ലാം വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിലും മനുഷ്യർക്ക് മനുഷ്യരെ നിയന്ത്രിക്കാൻ ഒരു സ്വിച്ച് അമർത്തിയാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിലും കടലിന്റെ ആഴിയിലൂടെ ഉള്ള മത്സ്യങ്ങളെ കുറിച്ച് പഠിക്കാനും അതിനെ നിയന്ത്രിക്കാനും അതിന്റെ നേർരേഖകളെ കുറിച്ച് മനസ്സിലാക്കാനും വാനലോകത്തിന്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ജെറ്റ് വിമാനങ്ങളും മിസൈലുകളും ഇവിടെ പതിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനും അതിന് ദിശ നിർണയിച്ചു കൊടുക്കാനും ഒക്കെ എല്ലാവരും എമ്പാടും ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഭൂമി ലോകത്തിലൂടെ ഉപരിതലത്തിലൂടെ രണ്ടു കാലിൽ എങ്ങനെ നടക്കണം എന്ന് പഠിക്കാൻ പലരും പഠിച്ചിട്ടില്ല. ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ വിദ്യാഭ്യാസം അത് വളരെയധികം കുലകുത്തി ഒഴുകിയിരിക്കുകയാണ്, തകർന്ന് തരിപ്പണമാക്കിയിരിക്കുകയാണ്. മൂല്യാധിഷ്ഠിതമായ വിജ്ഞാനം വരുന്നില്ല. അതുകൊണ്ടല്ലേ, വിജ്ഞാനമില്ലാത്തത് കൊണ്ടല്ലോ ഇന്ന് കുറ്റവാളികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 16-17 വയസ്സ് വരുന്ന മോൻ വാപ്പാനെയും ഉമ്മാനെയും തന്റെ സഹോദരനെയും ഭക്ഷണം കൊടുത്തിട്ട് അടിച്ചു കൊല്ലാൻ മാത്രം വരെ വളർന്നു വന്നിരിച്ചു. രാഷ്ട്രീയത്തിന്റെയും മറ്റുമൊക്കെ പേര് പറഞ്ഞ് സഹപാഠിയുടെ ജീവൻ എടുക്കുന്നവനായി കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ മാറി. അധ്യാപകരെ കലാപോ ചെയ്യാനും അധ്യാപകനെതിരെ ശബ്ദിക്കാനും അധ്യാപകനെ തടഞ്ഞു വെക്കാനും അവനെ പീഡിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന മക്കളുടെ വാർത്തകൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്? മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇവിടെയാണ് ബ്രിട്ടീഷ് ചിന്തകാരനായ ലൂയിസിന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത്. Education without values, as useful as it is, seems rather to make man a more clever devil. ഒരു മനുഷ്യനെ കൊടുക്കേണ്ട ആത്മീയമായ മൂല്യങ്ങളുള്ള വിജ്ഞാനം, ധാർമ്മികമായ രീതിയിലുള്ള വിജ്ഞാനം കൊടുക്കാതെയാണ് വിജ്ഞാനം നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത് എന്താണ്? Make man a more devil. ഒരു വലിയ ബുദ്ധിമാനായ ഒരു ചെകുത്താനാക്കി മാറ്റാൻ കഴിയും എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പം ഉണ്ടാവുന്നത് അല്ലെ? വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവില്ല.
വലിയ വലിയ അക്രമങ്ങളിൽ പിടിക്കപ്പെടുന്നവർക്ക് വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവില്ല. അപ്പോഴാണ് കൊടുവള്ളിയിലെ കുട്ടികൾ തങ്ങളെ വാപ്പാനെ കൊല്ലുന്നതിന് വേണ്ടി, തങ്ങളെ വാപ്പയെ കൊല്ലുന്നതിന് വേണ്ടി എത്ര അളവിൽ ക്ലോറോഫോം ഉപയോഗിക്കണം എന്ന് നെറ്റിൽ സെർച്ച് ചെയ്യുന്നത്. ആത്മീയമായ വിജ്ഞാനം കിട്ടിയില്ല, ധാർമ്മികമായ വിജ്ഞാനം കിട്ടിയില്ല. അവന് വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവില്ല. MBBS പാസ്സായിട്ടുണ്ട്, പക്ഷെ വാപ്പയാണ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു വിജ്ഞാനം അവന്റെ മനസ്സിലുണ്ടായില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കലാലയങ്ങളൊക്കെ തുറക്കപ്പെടുമ്പോ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം ചോർന്നു പോകരുത് എന്ന ഒരു ശക്തമായ ഒരു ഉറപ്പ് അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം. ഓരോ രക്ഷിതാവും കൃത്യമായും തങ്ങളെ മക്കൾക്ക് ധാർമ്മികമായ വിജ്ഞാനം കൊടുക്കുന്നുണ്ട്, മതവിജ്ഞാനം കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. സ്കൂളുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണ്? മദ്രസകളൊക്കെ ഒരു വെയിറ്റിംഗ് ഷെഡുകളായി മാറും. ബസ് വെയിറ്റിംഗ് കേന്ദ്രങ്ങളെ പോലെ. മദ്രസയിൽ രാവിലെ വരുന്ന എന്തിനാ? സ്കൂളിലേക്ക് പോകുന്നത് വരെ ഇരിക്കാം. ഒരു കുട്ടി 7 മണിക്ക് വന്നാൽ അവന് 7:20 ഉസ്താദൻ ബസ് വരാനായി. 7:30 അടുത്ത കുട്ടി ഉസ്താദിന്റെ ബസ്, അടുത്ത 7:35 ഉസ്താദിന്റെ ബസ്. ഇങ്ങനെ ബസ് വെയിറ്റിംഗ് പോലെ ഓരോ 15 മിനിറ്റ് കഴിയുമ്പോൾ ഓരോ കുട്ടികൾ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ. ചില കുട്ടികൾക്കൊന്നും ഇല്ലതാണ്. സ്കൂൾ തുറന്നാൽ പിന്നെ മദ്രസ ഇല്ല. പ്രാഥമികമായി കിട്ടേണ്ട വിജ്ഞാനം മദ്രസയിൽ നിന്ന് കൊടുക്കുന്ന ആ വിജ്ഞാനം ലഭിക്കാതെ പല മക്കളും വളർന്നു വരികയാണ്. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് മദ്രസ വിദ്യാഭ്യാസം നശിച്ചു പോകാൻ പാടില്ല. നമ്മൾ എത്രത്തോളം അയഞ്ഞു കൊടുക്കുന്നു അത്രത്തോളം ഭൗതിക വിജ്ഞാനം കൊണ്ട് കയറി വരും. അപ്പൊ നമ്മൾ നേരത്തെ വിടാൻ തയ്യാറാണോ? പിന്നെ അവര് നേരത്തെ തുടങ്ങാനും തയ്യാറാവും. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എന്റെ കുട്ടിക്ക് മതവിജ്ഞാനം കിട്ടണം, അത് കഴിഞ്ഞിട്ടേ ഞാൻ കൊടുക്കുമെന്ന്. ചില സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം. വെറും ഏകദേശം ഒരു 4 കിലോമീറ്റർ മാത്രമേ പോകാനുണ്ടാവുള്ളൂ. ആ 4 കിലോമീറ്റർ പോകുന്നതിന് ഇവൻ 1.5 മണിക്കൂർ ബസ്സിലിരിക്കണം. നേരത്തെ കയറിക്കൂടുകയാണ്. 8 മണിക്കേ കയറിയത് 9:30 ബസ് എത്തുള്ളൂ. നമ്മളൊരു റിസ്ക് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 15 മിനിറ്റ് കൊണ്ട് അവന്റെ സ്കൂളിൽ നമുക്ക് എത്തിക്കാൻ കഴിയും. അതാരും ഏറ്റെടുക്കൂല. അതേലും ഏറ്റെടുക്കൂല. ഈ 1.5 മണിക്കൂർ ഈ കുട്ടിയെ കൊണ്ട് കറങ്ങി അവസാനം കൊണ്ടുപോയി അവന് ആക്കുന്നത് 1.5 മണിക്കൂറാണ് നഷ്ടപ്പെട്ടു. ഇവിടെ മദ്രസ വിദ്യാഭ്യാസവും ആത്മീയ വിജ്ഞാനവും നഷ്ടപ്പെട്ടു പോയി. ഇതിനെക്കുറിച്ചൊന്നും പലരും ഇന്ന് ബോധവാന്മാരല്ല. അതുകൊണ്ട് ആത്മീയമായ വിജ്ഞാനം, ആ വിജ്ഞാനം കൂടെ അവന്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന വിധത്തിലാണ് ഭൗതികമായ വിജ്ഞാനം കൊടുക്കേണ്ടത്. രണ്ടാമത് ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം പഠിക്കുന്നതിന്. വേറൊരു പണം ഉൽപ്പാദിപ്പിക്കുന്ന ATM മെഷീനായി എൻ്റെ മോനെ വരണമെന്ന് ഉദ്ദേശിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു പ്രശസ്തിക്ക് വേണ്ടി എൻ്റെ മോനൊരു ഡോക്ടറാണ്, എൻ്റെ മോളൊരു ഡോക്ടറാണ് എന്ന് പറയണം. ഡോക്ടറെ വാപ്പയാണ് ഞാൻ എന്ന് പറയണം എന്നല്ല. ഇതിപ്പോ A+ മാനിയയുടെ ഒരു ലോകത്താണ്. കുട്ടികളോട് 10ാം ക്ലാസ് കഴിഞ്ഞാൽ, +2 കഴിഞ്ഞാൽ എന്താ ചോദിക്കുക? പുള്ളി A+ ആണോ അല്ലേ എന്നാണ് ചോദ്യം. പണ്ട് തോറ്റോ ജയിച്ചോ എന്നാണ് ചോദിച്ചത്. അതേ രൂപത്തിലാണ് ഇന്ന് A+ ആണോ അല്ലേ എന്ന് ചോദിക്കുന്നത്, അല്ലേ? അതേ രൂപത്തിലാണ് ഒരു A+ മാനി. ഈ A+ എന്ന് പറയുന്നത് മൂല്യനിർണ്ണയം നടത്തുന്നതിൽ 100% ആക്യുറേറ്റ് ചെയ്തൊരു കാര്യമല്ല. ഒരു കുട്ടിയെ വിലയിരുത്താനുള്ള 100% മാനദണ്ഡമൊന്നുമല്ല A+ എന്നത്. A+ കിട്ടാത്തവൻ എത്രയോ വലിയ ഉന്നതങ്ങളിൽ ഇടക്കിയവരുണ്ട്. അന്ന് അവന്റെ കൂടെ A+ കിട്ടിയവർ ഇവന്റെ തൊഴിലാളിയായി വരുന്നവരുണ്ട്. അപ്പൊ A+ എന്നതിന് മാനദണ്ഡമൊന്നുമല്ല. പക്ഷെ അതിനെ നമ്മൾ പരിഗണിക്കണ്ട എന്നല്ല പറഞ്ഞത്. അത് മാത്രമാണ് മാനദണ്ഡം എന്ന് മനസ്സിലാക്കിയവരാണെന്ന്. A+ കിട്ടിയ കുട്ടികൾ എല്ലാവരും സയൻസ് എടുക്കണം എന്ന ഒരു രീതിയും ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. അതും വളരെയധികം അപകടമാണ്. ആ കുട്ടിക്ക് അത് എടുക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ആ കുട്ടിയുടെ താല്പര്യം എന്താണ്? താല്പര്യങ്ങൾക്കനുസരിച്ച് കുട്ടികൾക്ക് നമ്മൾ കോഴ്സുകൾ നിർണ്ണയിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് അവർക്ക് വികസിക്കാനും സമൂഹത്തിന് വേണ്ട വിധത്തിൽ സംഭാവന ചെയ്യാനും കഴിയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ മാനസിക പിരിമുറുക്കങ്ങളായിരിക്കും, അവന് ഇഷ്ടം ഉണ്ടാവില്ല. വീട്ടുകാരുടെ ഇഷ്ടത്തിന് ഫോഴ്സ് ആയിക്കൊണ്ട് നമ്മൾ എടുക്കുന്നതൊക്കെ മാനസികമായ സംഘർഷങ്ങളിലേക്ക് നയിക്കും. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മുടെ സ്കൂൾ കലാലയങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഇനി പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്ന ചില വാർത്തകളുണ്ട്. സ്കൂളിന്റെ പരിസരങ്ങളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു, സ്കൂളിന്റെ പരിസരങ്ങളിൽ നിന്ന് കൂട് പിടിച്ചു, സ്കൂളിന്റെ പരിസരങ്ങളിൽ നിന്ന് മയക്കുമരുന്നുകൾ പിടിച്ചു എന്ന വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ഒരു കണ്ണ് സ്കൂൾ പരിസരത്ത് വേണം. ഒരു വാപ്പയുടെ കണ്ണുണ്ടായിരിക്കണം. മക്കളെ വിടുന്ന അവസരത്തിൽ അവൻ പോകുന്നത് എപ്പോഴാണ്, അവിടെ എത്തുന്നത് എപ്പോഴാണ്, സ്കൂളിന്റെ സമയം എപ്പോഴാണ്. ട്യൂഷന്റെ പേര് പറഞ്ഞു പോകുന്നവരുണ്ട്. ആ ട്യൂഷൻ എപ്പോഴാണ് തുടങ്ങുന്നത്? രാത്രികാലങ്ങളിലൊക്കെ ട്യൂഷൻ സെന്ററുകളിലേക്കൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കണം. അവന് കഴിഞ്ഞിട്ട് ട്യൂഷന് പോയതാ, അവന് രാത്രി കുറച്ച് വൈകിയേ വരൂ എന്ന് പറയല്ല. അവൻ വൈകി വരാനുള്ള കാരണം മറ്റു വല്ലതും ഉണ്ടോ?
അവിടെ നിന്ന് വിട്ടിട്ട് എന്റെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത് എന്ന് നോക്കണം. അവന്റെ കൂട്ടുകാരാരാണെന്ന് നോക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൽ മർഉ അലാ ദീനി ഖലീലി. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, അൽ മർഉ അലാ ദീനി ഖലീലി. ഓരോ മനുഷ്യനും അവന്റെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് തന്റെ സഹോദരന്റെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. തന്റെ സുഹൃത്തുമായുള്ള ഒരു അടുപ്പം, ബന്ധം, അതങ്ങനെ അത് ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോരുത്തരെയും സ്വഭാവം രൂപീകരിക്കപ്പെടുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്നിട്ട് തങ്ങൾ പറയാണ്, നിങ്ങൾ കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് സെലക്ട് ചെയ്യണേ എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. സ്കൂളുകളൊക്കെ തുറക്കാണ്. നമ്മളെ കൂട്ടുകാര്, നമ്മളെ കുട്ടികളുടെ കൂട്ടുകാരാരാ, ആരെ കൂടെയാണ് അവൻ പോകുന്നത്? സ്കൂളിന്റെ പരിസരത്ത് കൂടെ നിങ്ങൾ സഞ്ചരിച്ചു നോക്ക്. അവിടെ കൂൾ എന്ന് പറയുന്ന ഒരു സാധനം കടിച്ചു തുപ്പിയതിന്റെ വേസ്റ്റ് അവിടെ കാണാൻ കഴിയും. സ്കൂളിന്റെ പരിസരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, എല്ലാ സ്കൂളിന്റെ പരിസരം. അപ്പൊ അവിടെ വിപണനം നടക്കുന്നു എന്നല്ലേ മനസ്സിലാകുന്നത്. നമ്മളൊക്കെ പഴയ കാലത്തൊക്കെ കൊണ്ടുവരുന്ന ചില ഡിവൈസുകൾ, അത് കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിധത്തിൽ ഒരു പഞ്ചസാര കവർ ചെറുതുണ്ടാവുമല്ലോ, അതുപോലെയുള്ള ഒരു സാധനം. ഞാനത് പരീക്ഷണാർത്ഥത്തിൽ തന്നെ എന്നോട് ഒരാൾ പറഞ്ഞു, പാറ സ്കൂളുകളുടെ പരിസരത്ത് കൂടെ ഞാൻ പോയി അതിന് വേണ്ടി മാത്രം നോക്കിയിട്ടുണ്ട്. കണ്ടിട്ടുമുണ്ട് പോലെ. വളരെയധികം ശ്രദ്ധിക്കണം. വളരെയധികം നമ്മുടെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇന്ന് ഒരുപാട് പ്രതിസന്ധികളെയാണ് അവർ അഭിമുഖീകരിക്കുന്നത്. അതിനെ തരണം ചെയ്യാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാവണം. അങ്ങനെയുള്ളവരായി നമ്മൾ നല്ല രക്ഷിതാക്കളായി, പാരന്റുകളായി മാറണം. അതോടൊപ്പം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, നമ്മുടെ കുട്ടികളുടെ നിസ്കാരത്തിന്റെ കാര്യങ്ങൾ, അതും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ അവര് നിസ്കരിക്കുന്നുണ്ടോ? ളുഹർ നിസ്കാരം അവർക്ക് നിർബന്ധമാണ്. ളുഹർ നിസ്കാരം അവർക്ക് നിർബന്ധമാണ്. അത് വിദ്യാഭ്യാസ കലാലയത്തിൽ പോയതാണെന്ന് നാം അള്ളാന്റെ കോടതിയിൽ പറയാൻ പറ്റൂല. 7 വയസ്സായ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും 10 വയസ്സായ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കുകയും ചെയ്യണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാപ്പാ ഞാനും നിങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെടൂല. ഞാൻ എൻ്റെ മോനെ വിട്ട് സ്കൂളിൽ പറഞ്ഞയച്ചായിരുന്നു എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ കഴിയൂല. മക്കൾ നമുക്കെതിരെ സാക്ഷി നിൽക്കും. മക്കൾ നാളെ നമ്മൾ അടിച്ച് താഴ്ത്തുമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്വർഗം നിഷേധിക്കപ്പെടാൻ മക്കൾ കാരണമാവരുത്. അതിനെന്ത് ചെയ്യണം? അവർക്ക് നിസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടോ? അവിടെ ചേർത്താൽ മതി. അതുപോലെ തന്നെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടികളെയൊക്കെ കണ്ടെത്താ ദൂരങ്ങളിലേക്ക്, മറ്റു പല നാടുകളിലേക്കും പറഞ്ഞയക്കുന്നവരുണ്ട്. അവർക്ക് ശ്രദ്ധിക്കണം. അവിടേക്ക് ഒരു ധാർമ്മികമായ അന്തരീക്ഷമുണ്ടോ? ഇന്ന് പല കലാലയങ്ങളിലും സംഭവിക്കുന്നത് എന്താണ്? മതനിരാസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും അക്കാദമിക് ലെവൽ മാത്രമല്ല, അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ അവരുടെ ആശയങ്ങളെ കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവര് നല്ല മുഅ്മിനീങ്ങളായി ഇവിടെ ജമാഅത്തിനും നിസ്കാരത്തിനും എല്ലാ കുട്ടികൾ പിന്നീട് അവൻ IIT-യിലും മറ്റൊക്കെ പോയി തിരിച്ചു വരുന്ന അവസരത്തിൽ നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, ഹജ്ജ്, അതൊക്കെ വേറെ ഒരു കാട്ടിക്കൂട്ടലാണ്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഖുർആൻ അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നവൻ പറയുന്നിടത്തേക്ക് എത്തിയ കാലമാണിത്. അങ്ങനെയുള്ള മതനിരാസത്തിന്റെ മേഖലകളുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ധാർമ്മികമായ അന്തരീക്ഷമുള്ളിടത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ നാം കൊടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് തന്നെ അതിൻ്റെ വിപരീത പ്രതിഫലമായിരിക്കും ഉണ്ടാവുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നതോടൊപ്പം, നമ്മുടെ മക്കളൊക്കെ നല്ല പുത്തനുടുപ്പ് ധരിച്ച് ബാഗൊക്കെ എടുത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ അങ്ങനെ പോകാൻ കഴിയാത്ത കുട്ടികളുണ്ട് എങ്കിൽ അവരെ കൂടി നമ്മൾ പരിഗണിക്കണം. നമ്മുടെ തൊട്ടയൽവാസി, അവന് നല്ല ഒരു വസ്ത്രമില്ലെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അതാണ് ഒരു മുഅ്മിൻ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. സ്കൂളുകളൊക്കെ തുറക്കുമ്പോൾ ചെറിയ കുട്ടികളാണ്, അവർക്ക് വലിയ സന്തോഷമായിരിക്കും ഒരു കുടക്കെ പിടിച്ചു പോകാൻ. അവൻ ചിലപ്പോൾ കുട ചൂടാനുള്ള വാങ്ങിക്കൊടുക്കാൻ വാപ്പാക്ക് ഉമ്മാക്ക് കഴിയണമെന്നില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടെത്തണം. നമ്മുടെ തൊട്ടയൽവാസിക്ക് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നാം പറഞ്ഞാൽ വാങ്ങിക്കൊടുപ്പിക്കാൻ കഴിയുന്ന ആളെങ്കിലും നമ്മളെ കെയർ ഓഫിൽ ഉണ്ടാകുമല്ലോ. അവരെങ്കിലും ഒന്ന് കേൾപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നാം നിലകൊള്ളുന്നത് ദുൽഹിജ്ജ മാസത്തിലാണ്. ദുൽഹിജ്ജ മാസത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെട്ട മാസമാണ് ദുൽഹിജ്ജ. ദുൽഹിജ്ജയിലെ 10 ദിവസം എന്നാണ് പറയാറുള്ളതെങ്കിലും 9 ദിവസം തുടർച്ചയായി നോമ്പെടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ആ നോമ്പിന്റെ ദിവസങ്ങളാണ്. സാഹചര്യമൊക്കെ നമുക്ക് അനുകൂലമാണ്. കഴിയാവുന്നവർക്കൊക്കെ നോമ്പെടുക്കാൻ വലിയ ഫളിലുണ്ട്. അന്നത്തെ ഈ 9
150 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മറ്റു ദിവസങ്ങളെക്കാൾ കർമ്മമുണ്ട്, പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലെ സ്വതക്കകൾക്ക് വലിയ കൂലിയുണ്ട്. വൽ ഫജ്ർ സൂറത്ത് രാത്രി ഓതുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട്. അതുപോലെ അറുക്കപ്പെടുന്ന മൃഗങ്ങളെ കാണുമ്പോൾ ഉദ്ഹിയ്യത്തിന് അറുക്കാവുന്ന മാടുകളുള്ള മൃഗങ്ങൾ അതിനെ കാണുക, അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതിൽ അതിപ്രധാനമായ ദിവസമാണ് അടുത്ത വെള്ളിയാഴ്ച. നമുക്ക് അറഫ ദിവസം അന്നാണ്. നമുക്ക് എന്നാണോ ഇവിടെ ചന്ദ്രൻ കാണുന്നത്, പിറവി കാണുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ അറഫ ദിനം. അത് അറഫയിൽ ആളുകൾ സംഗമിക്കുന്നത് നോക്കിയല്ല. അപ്പൊ നമുക്ക് പെരുന്നാൾ ഈ ശനിയെല്ലാം തൊട്ടടുത്ത ശനിയാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ അറഫ ദിനം 6-ാം തീയതി അല്ലേ? 6 വെള്ളിയാഴ്ചയാണ്. അപ്പൊ ആ വെള്ളിയാഴ്ച ഏറ്റവും പവറുള്ള ദിവസമാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തിൽ അല്ലാഹു കോടാനകോടി ആളുകളെ നരകമോചനം നൽകും. ഖൈറു ദുആഇ യൗമി അറഫ. അറഫ ദിവസത്തിലെ ദുആയാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ദുആ, ശ്രേഷ്ഠമായ ദുആ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ദിവസത്തെ എല്ലാവരും പരിഗണിക്കണം. ആ ദിവസത്തെ പരിഗണിക്കേണ്ടത് എങ്ങനെയാണ്? സിയാമു യൗമി അറഫത അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു. തങ്ങൾ പറഞ്ഞു, യൗമ അറഫയിലെ നോമ്പ് ഒരു വർഷത്തെ ഏറ്റവും പുണ്യമായ പകലാണ്, ഏറ്റവും പുണ്യമായ രാത്രി ലൈലത്തുൽ ഖദറാണ്. അന്നത്തെ രാത്രിക്ക് വേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കാറുണ്ട്, കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഇബാദത്ത് ചെയ്യാറുണ്ട്. അതുപോലെ പരിഗണിക്കേണ്ട ഒരു ദിവസമാണ് ഏറ്റവും പുണ്യമായ പകൽ. അത് യൗമ അറഫ, അറഫ ദിവസമാണ്. അന്നത്തെ നോമ്പ് ഒരു വർഷം മുൻപ് കഴിഞ്ഞ പാപവും വരാനുള്ള ഒരു വർഷത്തെ പാപവും പൊറുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇത് വിശദീകരിച്ചെടുത്ത് മഹാന്മാർ എഴുതി ചേർത്തു. അങ്ങനെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി, അത് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഒരു വർഷം കൂടെ അല്ലാഹു തആല ദീർഘായുസ് കൊടുക്കും. കാരണം എന്താ? ഒരു വർഷം കൂടെ ഇയാൾ പാപം ചെയ്തെങ്കിലല്ലേ പുറത്തു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു തൗഫീഖ് കൂടെയാണ്. അതുകൊണ്ട് എല്ലാവരും അടുത്ത വെള്ളിയാഴ്ച, ഒന്ന് വെള്ളിയാണ്, ഏറ്റവും നല്ല ദിവസമാണ്, ദിവസങ്ങളുടെ രാജാവാണ്, അറഫ ദിവസമാണ്. എല്ലാം പരിഗണിച്ചുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ അന്നത്തെ പകലിനെ പരിഗണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് സുബ്ഹ് നിസ്കാരങ്ങളിൽ യാസീനും കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലി നമുക്ക് ഇവിടെ നിന്ന് ദുആ ചെയ്യണം. എല്ലാവരും സുബ്ഹ് ജമാഅത്തിന് എത്തിച്ചേരണം. ആ പുണ്യത്തെ ആഗ്രഹിക്കുന്ന, ആ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്ന, ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും നല്ല ദിവസമായ, ഒരു വർഷത്തെ ഏറ്റവും നല്ല ദിവസമായ മുഹൂർത്തത്തെ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും അടുത്ത വെള്ളിയാഴ്ച സുബ്ഹിക്ക് എത്തിച്ചേരണം, നോമ്പ് അനുഷ്ഠിക്കണം, മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമുക്ക് ഖൈറുകൾ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.